ആ ആർക്ക് തൃപ്തികരാണോ? അല്ല, അത് ചോദിക്കേണ്ടത് നരേന്ദ്രമോദിയാണോ? അവർക്ക് തൃപ്തികരാണോ എന്ന് ആദ്യം ചോദിക്കും. ഞങ്ങൾക്ക് തൃപ്തികരമല്ല എന്ന് വളരെ വ്യക്തമല്ലേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളെ ഇപ്പോഴും ചോദ്യം ചെയ്തിട്ട് പോലുമില്ലല്ലോ. ചോദ്യം ചെയ്യുന്നതിന് ആവശ്യമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലല്ലോ. അതിന് വീണ്ടും വിശദീകരിച്ച് പോകേണ്ട കാര്യമില്ല. അത് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് നേരെ മറുപടിയാണ്. കാര്യമില്ല, ഒരു കാര്യമില്ല, വെറുതെ പറയുകയാണ്. അനുകൂല സിദ്ധാന്തത്തിന്റെ വക്താവായിട്ട് മാറിയിരിക്കുകയാണ് ഈ സതീശൻ. എന്താ കാര്യം? ഒരു കാര്യം പറ, ഒറ്റ കാര്യം പറ. അതിനെ പറഞ്ഞു പറ ഒരു കാര്യം. മറ്റ് സംസ്ഥാനങ്ങളിലെ പല മുഖ്യമന്ത്രിമാരും വളരെ ചെറിയ ആരോപണങ്ങൾ അവർക്കെതിരെ ഇഡിയുടെ റെയ്ഡ് നടക്കുന്നു, പരിശോധന നടക്കുന്നു. പക്ഷെ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ പോലും ആരോപണം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് കേരള മുഖ്യമന്ത്രിക്കെതിരെ അത്തരം നടപടി ഉണ്ടാകുന്നില്ല? അതാ കാര്യം. മറ്റ് മുഖ്യമന്ത്രി ഒരു അന്തർധാര്യമില്ല. അതിന് അന്തർധാര്യമൊന്നുമല്ല. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്തെല്ലാം അന്വേഷണം 6-7 ഏജൻസികൾ ചേർന്ന് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാം കൂടി കുത്തിക്കലക്കി എന്തും ചെയ്യുന്ന നിലപാടിലേക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അതാ കാര്യം. പരിശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ കറപുരളാത്ത ഒരു കൈയുടെ ഉടമയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്താനാവാത്തത്. നിങ്ങൾക്ക് ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, BJP ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, UDF ആഗ്രഹിക്കാഞ്ഞിട്ടല്ല. പക്ഷെ ആഗ്രഹിച്ചാലും എത്താനാവാത്ത നിലയിലുള്ള അത്രയും ദൂരത്താണ്, സൂര്യനെ പോലെ. അതാ കാര്യം കേട്ടോ. കരിഞ്ഞു പോകും.